നമസ്കാരം. ഇന്ന് മുട്ട റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനാദ്യം സ്റ്റൗ ഓണാക്കിയിട്ട് പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം വേണം അടുത്തത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ വേഗം വഴലും. അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അതിന് ശേഷം ഇത് ഏകദേശം ഒന്ന് വഴണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പച്ചമുളക്, ഇത് ഞാനിപ്പോൾ കുറച്ചായതുകൊണ്ടാട്ടോ ഇത്ര പോരാ. പിന്നെ ഇഞ്ചി ചതച്ചത് കുറച്ചേ ആക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കുറച്ചെടുത്തത്. നിങ്ങൾ ഉണ്ടാക്കുന്നതിന് കണക്കായിട്ട് എടുക്കണം കേട്ടോ. ഇതൊന്ന് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പൊടികളിടാം. പൊടികൾ പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാ ആവശ്യത്തിനും കേട്ടോ. പിന്നെ മല്ലിപ്പൊടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണം ഇട്ടാൽ മതി. അത് ഞാൻ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇടുന്ന കേട്ടോ. പിന്നെ കുരുമുളക് പൊടി മെയിനാട്ടാ. റോസ്റ്റൊക്കെ ആക്കുമ്പോൾ അതിൽ കുരുമുളക് കുറച്ച് നല്ലോണം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. എരിവ് ഇഷ്ടമില്ലാത്തവർ അതിന് കണക്കായിട്ട് ഇട്ടാൽ മതി. ഇതിപ്പോൾ കുരുമുളകൊക്കെ ആവശ്യത്തിനിട്ട് അത്യാവശ്യം എരിവൊക്കെ ഇല്ലേ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് പച്ച മണമൊക്കെ മാറട്ടെ പൊടികൾ. അതിന് ശേഷം നമ്മൾ തക്കാളി ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഒരു തക്കാളി ഇട്ടത്. തക്കാളി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തക്കാളി ഇടണ്ടെന്നുണ്ടെങ്കിൽ വേറെ ടേസ്റ്റ് അങ്ങനെയും ആക്കലുണ്ട് കേട്ടോ. ഞാൻ തക്കാളിയൊക്കെ ഇട്ട് നോർമൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. തക്കാളിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ആവട്ടെ. നന്നായിട്ട് വഴറ്റണം കേട്ടോ. വഴറ്റുന്ന സമയത്ത് ഇത് തക്കാളി ഒന്ന് ചൂടായല്ല. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കണം. ആവശ്യത്തിന് നമുക്ക് എത്ര പോരാന്ന് ഗ്രേവി വേണ്ട അതിന് കണക്കായിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടച്ചു വെക്കും. നന്നായിട്ടാവട്ടെ. നന്നായിട്ട് ആവുന്നുണ്ട്. തീയൊക്കെ ഹൈയിൽ വെച്ചോ. അത് നന്നായിട്ട് വേവട്ടെ. തക്കാളിയും അതൊക്കെ അതിൽ ഉടഞ്ഞ് വരട്ടെ. കണ്ട ഇങ്ങനെയാണ് ഉണ്ടാവല്. തക്കാളിയൊക്കെ കറക്റ്റായിട്ട് ആയിട്ടേ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. കുരുമുളകൊക്കെ നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ട നമ്മൾ ഇനി മുട്ട പുഴുങ്ങിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടാവുക. അതിന് ഞാൻ മുട്ട ഇടാൻ പോവാം കേട്ടോ. മുട്ട അതിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചാക്കുന്നതുകൊണ്ടാട്ടോ ഇത്ര പോരെ ആക്കുന്നത്. നിങ്ങൾ കണക്കായിട്ട് ഇപ്പോൾ കൂടുതൽ വേണ സാധനങ്ങളൊക്കെ കൂടുതൽ എടുത്തിട്ടാക്കിയാൽ മതി. ഇപ്പം ഞാൻ കുറച്ചേ ആക്കുന്നില്ലു, അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റാണ്. നമുക്കിപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ അല്ലെ ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവും കേട്ടോ. അധികം പണിയൊന്നുമില്ലല്ലോ. ഈ മുട്ട റോസ്റ്റൊന്നും ഉണ്ടാക്കാൻ പണിയേ ഇല്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റാണ്. കണ്ട എന്താ ലുക്കൊക്കെ. ലാസ്റ്റ് മുട്ട ഇട്ടതിന് ശേഷം ഇതാ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കറക്റ്റ് മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട്.